മോർണിംഗ് ഗായ്സ്. ഞാനിപ്പോൾ ഗുരുവായൂരാണുള്ളത്. ഞങ്ങളിവിടെ നിർമ്മാല്യം തൊഴാനായിട്ട് വന്നതാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ എത്തിയപ്പോഴത്തേക്കും 2:30 പിന്നെ പീലീനെ അമ്പലത്തേക്ക് കയറ്റാത്തതുകൊണ്ട് ഒരാൾക്ക് തൊഴാൻ പറ്റൂല. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ വെച്ചുണ്ടെങ്കിൽ മാല മാറ്റുന്ന പരിപാടിയാണ്, അതിന് വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. അപ്പം നമുക്കിന്ന് എങ്ങനെയായിരിക്കും എന്ന് കാണാം. ഒരു കല്യാണ വൈബ് ആയതുകൊണ്ട് തന്നെ ഞാൻ സാരി എടുത്ത്, പ്രത്യേകിച്ച് തൊഴാനൊന്നും പറ്റൊന്നുമില്ല. എന്നാൽ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാരി ഗായ്സ്. അങ്ങനെ ഇന്ന് വിച്ചുവിൻ്റെ 5ാമത്തെ കല്യാണം. 5 പ്രാവശ്യം വിച്ചു കല്യാണം കഴിച്ചത് ആ ഒരാൾ തന്നെയാണ്. അപ്പം ഇന്ന് ഗുരുവായൂർ വന്ന് മാലയിടലാണ്. എനിക്ക് പിലിക്ക് കയറാൻ പറ്റില്ല, പുറത്ത് തൊഴാം. എനിക്ക് പിലിനെ ചോറൂന്നുകൊണ്ടിരുമ്പോൾ കയറാം. ഈ വെളുപ്പിന് ഒരു ക്ഷീണമൊന്നും ഒന്നുമില്ല. എഴുന്നേറ്റ് അങ്ങോട്ട് അമ്പലത്തിൻ്റെ അങ്ങടേക്ക് നടന്നു പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. ഈ സമയത്ത് ആ ഒരു കവാടം കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ചെല്ലുന്തോറും ഞാനപ്പാനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിട്ടാ. അത് കേൾക്കാനും ഒരു സുഖമായിരുന്നു. ഞാനും ബീലിയും കൂടിയും ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ സ്റ്റേജിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. കറക്റ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് കല്യാണമൊന്നുമില്ലാന്ന്. പക്ഷെ ഇപ്പം ആരും അത് നോക്കുന്നില്ല എന്ന് തോന്നുന്നു. അവിടെ 1-2 കല്യാണമൊക്കെ നടക്കുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടു. കല്യാണം ചെക്കൻ്റെ കല്യാണ പെണ്ണിൻ്റെ ഒപ്പമാണ് ഗായ്സ്. എവിടെ എൻ്റെ കല്യാണം? ഇത് നിങ്ങളുടെ എത്രാമത്തെ കല്യാണമോ? ഞങ്ങളുടെ 3ാമത്തെ കല്യാണം. 2 റിസപ്ഷൻ കഴിഞ്ഞു 3ാമത്തെ കല്യാണം. ഇവർക്ക് കല്യാണം കഴിക്കലാണ് ഗായ്സ് മതി. ഒരു കൊല്ലമായിട്ട് വേറെ കല്യാണം കഴിക്കൽ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കല്യാണം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. വ്ളോഗ് എനിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരും കണ്ണിന് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ പീലിയും ബഹളം, അതുകൊണ്ടാന്ന് തോന്നുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിന്നെ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. ടയേർഡായി. വെളുപ്പിന് തൊട്ട് അമ്പലത്തിൽ പോയിക്കണല്ലേ. ഇപ്പോൾ ഒരു 8-8:30 ആയപ്പോഴത്തേക്കും വിശന്ന് നമ്മൾ അവശതയായി. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് എങ്ങനെയുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് ആദ്യമായിട്ട് പോകുന്ന ട്രിപ്പാണ്. കാരണം വെച്ചിൻ്റെ കല്യാണം കഴിപ്പോൾ ഫാമിലിയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എങ്ങും പോകാൻ പറ്റിയിരുന്നില്ല. കാരണം ഞാൻ വെച്ച് കല്യാണം കഴിച്ച ആ വീക്കിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റില്ല. പിന്നെ പീലി ജനിച്ചു. പീലി ഇപ്പോൾ 4 മാസം ആവുന്നുള്ളൂ. അപ്പോൾ പീലിനെ കൊണ്ട് പോകുക ഇത്രയും നാൾ പോസിബിൾ ആയിരുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ ഈസിയറാണ്. അമ്മേച്ചനൊക്കെ അവളെ നോക്കിക്കൊള്ളുമായിരുന്നു. ഞാൻ പാല് കൊടുക്കാൻ മാത്രമാണ് കൊണ്ടുവന്നത്. വിജുവിന് ഒരു 5ാമത്തെ കല്യാണമായിരുന്നു. 5ാമത്തെ കല്യാണം എന്ന് വെച്ചാൽ കെട്ടൊരെണ്ണം 2 റിസപ്ഷൻ നടന്നു. രാമേശ്വരത്ത് പോയി ഒരു മാലയിട്ടു, ഗുരുവായൂർ പോയി മാലയിട്ടു. ഇതിൽ ഗുരുവായൂർ രാമേശ്വരം നേർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു. വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ 17-ാം തീയതി 1 വർഷമാകും. 1 വർഷത്തിൻ്റെ ഇടക്കാണ് ഇവർ 5 പ്രാവശ്യം കല്യാണം കഴിച്ചത്. ഇപ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഇവർക്ക് ഇത് തന്നെയാണ് പണിയെന്ന്. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞാൽ എനിക്കും പീലിക്ക് കയറി തൊഴാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ 2 മാസം കഴിയുമ്പോൾ പീലിയുടെ ചോറുന്നുണ്ട്. അപ്പോൾ പോയി തൊഴാം എന്നുള്ളൊരു ഇതിലിരിക്കുക. പിന്നെ നമ്മൾ അവിടെ ചെന്ന് അത്രയും മുമ്പിൽ ചെന്നിട്ട് നമുക്ക് അകത്തോട്ട് തൊഴാൻ പറ്റുന്നില്ല. ഇനി ഗുരുവായൂരപ്പം വിചാരിച്ചാണില്ല ഇപ്പോൾ ഇവിടെ അകത്തോട്ട് വരണ്ട. 2 മാസം കഴിയുമ്പോൾ കൊച്ചു വരുമല്ലോ, അപ്പോൾ ഇവിടെ വന്നാൽ മതി, കൊച്ചോളും കൂടി വരട്ടെ എന്ന് വിചാരിച്ച് കാണാം. പക്ഷേ എന്നാലും ആദ്യമായിട്ടാണ് ഗുരുവായൂർ പോയി അത്രയും വെളുപ്പിനെ പോയി തൊഴുകാൻ നിൽക്കുന്നതും അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും. അതായത് ഒരു 4:30 ഞാനും പീലി അവിടെ നിന്നിട്ട് 8-8:30 തൊഴുതിറങ്ങിയപ്പോൾ അത്രയും തന്നെ ഞങ്ങളവിടെ നടയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഒന്നാമത് അവിടെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ അത്രയും നേരം അങ്ങനെ ഇരിക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ബോറടിച്ചൊന്നുമില്ല. പീലിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം നല്ല സ്മൂത്തായിട്ട് പോയി. ഞങ്ങൾ തിരിച്ചും സേഫായിട്ട് തന്നെ എത്തി. വെള്ളപ്പൊക്കവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ആദ്യമൊന്നും വേനിക്കായെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് റൂമൊക്കെ കിട്ടി. ആദ്യമൊക്കെ വിളിച്ചു വെച്ച സമയത്ത് എല്ലായിടത്തും ഫില്ലായി വീക്കെൻഡ് ആയതുകൊണ്ട്.
അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇനി എന്ത് ചെയ്യുന്നു. പക്ഷെ അവിടെ ചെന്ന് റൂമൊക്കെ കിട്ടി. അതൊക്കെ ഒരു ഈ സംഭവങ്ങളൊക്കെ നടക്കാനുള്ളത് കൊണ്ടാണ് തോന്നുന്നു തടസ്സങ്ങളൊക്കെ മാറി എല്ലാം നല്ല ക്ലിയറായിട്ട് എല്ലാം നല്ല രീതിക്ക് തന്നെ പോയി. ഞാൻ ക്യൂവിൽ കയറി നിന്നതാണ് തൊഴാനായിട്ട്. പക്ഷേ ആ സമയത്താണ് ഇവരുടെ മാലയിടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങിയത്. അപ്പം ഭഗവാൻ വിചാരിച്ചാണെങ്കിൽ ഇപ്പോൾ തൊഴാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകത്തില്ല. എന്നാലും പുറത്ത് നിന്ന് നന്നായിട്ട് തൊഴുതു. അല്ലാതെ പിന്നെ പീലിക്ക് വേണ്ടിയാണ് ഞാൻ കയറാതിരുന്നതെന്നുള്ളത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാനും ഹാപ്പി തന്നെയായിരുന്നു. അത് ബാക്കിയുള്ളവരൊക്കെ തൊഴുതല്ലോ. പിന്നെ തുലാഭാരം വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴിപ്പിച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും അടുത്ത വീഡിയോ കാണാം.